വർഷത്തെ ഈ സംഗമത്തിന്റെ സൂത്രവാക്യം കൂടാം കൂട്ടാം കൂടെ കൂട്ടാം. ആദ്യമായി നമ്മൾ ഈ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. സ്നേഹക്കടലേ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിൽ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചെറു കൈത്തിരിയേന്തി ഞാൻ നിന്റെ അരികിലായി അർച്ചന ചെയ്യവേ, കനിവിൻ കടാക്ഷങ്ങൾ ഏകണേ, എൻ്റെ കരളിൽ അമൃതം പൊഴിക്കണേ. നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്റെ കടമ ആമുഖം പറയുക എന്നുള്ളതാണ്. ഇത്രയും മുഖങ്ങൾ ഒരുമിച്ച് തന്നെ നോക്കുന്നുണ്ട്. എന്റെ ഈ മുഖം വാടുമോ എന്നുള്ള ഒരു സംശയത്തോടു കൂടി ഞാൻ ആമുഖം തുടങ്ങിയാണ്. 2025 ഒരിക്കൽ കൂടി എന്ന ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈ പ്രോഗ്രാം മികവുറ്റതാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഇരിക്കുന്നതായ എല്ലാ കൂട്ടുകാരും നല്ലതുപോലെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഇത്രത്തോളം വലിയ ഒരു പ്രാതിനിധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇതിന്റെ സംഘാടകർ എന്നെ നിർബന്ധിച്ചപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരിക്കൽ കൂടി പറക്കാം. ഹലോ, ഇത് ശംഷീറല്ലേ? അതെ, ആണല്ലോ. ആരാണ് മറുവശത്ത്? ഹലോ, ഇത് ഞാനാ, രഞ്ജിത്ത്. എന്താണോ നിങ്ങളുടെ ഉദ്ദേശം? ഇപ്പോ ഒരു വിളി, വർഷങ്ങൾക്ക് ശേഷം. പ്രായവും കഴിഞ്ഞു പോയി നമ്മൾക്കെല്ലാം സഹപാഠികൾ ഒന്ന് ഒത്തുകൂടി ഒരു മീറ്റിംഗ് നമ്മൾക്ക് നടത്തൽ വേണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ശരി എന്നാകട്ടെ എന്ന് ഞാൻ സമ്മതിച്ചു. എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കൂട്ടത്തിൽ കൂട്ടുകാർ മാത്രമല്ല, എൻ്റെ സ്വന്തക്കാരുണ്ട്. എൻ്റെ ഒരു അണിയനിരിപ്പുണ്ട് അവിടെ, റോസമ്പേട് ഹസ്ബൻഡ്. മനസ്സ് അത്ര എന്താ പറയുക, വയറ്റിലെ പുളിശ്ശേരി കാച്ചതുപോലെ എന്തോ ഒരു ഫീൽ. സ്വന്തം സ്വന്തം പ്രണയത്തിലൂടെ ഒന്നലയാൻ ഉള്ളിൽ കൊതി തോന്നാത്തവരുണ്ടോ? കണ്ണാടിപ്പുഴ കാണുമ്പോൾ കണ്ണീർ കനവുകൾ തെളിയുമ്പോൾ വെറുതെ പാടാൻ കൊതിക്കാത്തൊരാളുണ്ടോ? വെള്ളം വേണ്ടി വരും. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ നിരന്തരമായിട്ട് രഞ്ജിത്ത് വിളിച്ചിരുന്നു, മോഹൻദാസ്, വേണു, ചന്ദ്രമോഹൻ. പലർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ചില കാരണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒരു ഡോക്ടറെ സമീപിക്കാണ് സാറേ, എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല.
എന്നെ ഒന്ന് നല്ല ഒന്ന് പരിശോധിക്കണേ. അതിനെന്താ അമ്മാവ ഇരിക്കും. പരിശോധിച്ചിട്ട് വന്ന് ആകെ കുഴപ്പമാണല്ല. ആഹാ, അങ്ങനെയാണോ? കൂടെ ആരൊക്കെ ഉണ്ട്? എൻ്റെ പരിചാരകൻ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. മക്കളൊന്നും വന്നില്ലേ? ഇല്ല, അവരെന്നെ ഒന്നും നോക്കത്തില്ല. ശരി അമ്മാവ, ഞാൻ അമ്മാവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകാം. സന്തോഷമായോ? അപ്പൊ ലോക സംസ്ഥ സുഖനോ പോകുന്നു, എല്ലാവരും ചോദിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞിട്ട് പോയി ഇവിടെ ആർക്കെങ്കിലും സുഖവും സന്തോഷവും കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്താണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ളത് അവരവർക്ക് പേഴ്സണലാണ്. അപ്പൊ അവരവർക്ക് എന്തെങ്കിലും സുഖവും സന്തോഷവും കിട്ടാത്തടത്തോളം കാലം നമുക്കിവിടെ എക്സിസ്റ്റൻസിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും സുഖം കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മരിച്ചിരിക്കും. എന്തെങ്കിലും 2 വാക്ക് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കണം. അതേപോലെ തന്നെയാണ് എന്നോട് രഞ്ജിത്ത് ഒരു ദിവസം ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളും ഈ ഗ്രൂപ്പിന് വേണ്ടി 2 വാക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 3-4 ഗെറ്റുഗതറിന് ഒരുപാട് സംസാരിച്ച് മിക്കവാറും ഈ മൈക്ക് ഗ്രൂപ്പ് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നെ വിടുതൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ടോസ് ഇട്ട് തരും, അപ്പം കിട്ടുന്ന ടോപ്പിക്ക് ഇവിടെ സംസാരിക്കേണ്ടി വരും എന്ന് പറയും. ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അത് എഗ്രി ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ എണ്ണം കൂടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കൂടുതൽ എന്തൂസിയാസം വരുന്നുണ്ട്, കൂടുതൽ പേര് പങ്കെടുക്കുന്നുണ്ട്. പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ ആദ്യം 50 വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഫേസ് ഒന്നും ഓർക്കില്ല. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ ഫേസ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യും, നമ്മളെല്ലാവരും വീണ്ടും ഓർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അവസരമാണിത്. ആദ്യം എൻ്റെ ഒരു സന്തോഷം, ആ സന്തോഷം എന്താണെന്ന് പറയാം. ഞാൻ ഈ ശംഖുമുഖത്ത് 10 വർഷത്തോളം തേരാപാര ഇങ്ങനെ PhD ഒക്കെ ചെയ്ത് നടന്ന ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഈ ഒരു സംഗമം കൊണ്ടുവച്ചതിൽ എൻ്റെ ഒരു നന്ദി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കാര്യം വീണ്ടും ഈ സ്ഥലത്ത് എനിക്ക് വരാൻ സാധിച്ചതിൽ. ഞാൻ 1987 ഇവിടെ ശംഖുമുഖത്ത് അക്വാട്ടിക് ബയോളജിയിൽ MPhil ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നതും. അതിനുശേഷം 6 വർഷം PhD എന്ന് പറയുന്ന ഞാൻ ഇവിടെ തന്നെ ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ വേണ്ടി ഈ ശംഖുമുഖത്ത് തന്നെ അക്വാട്ടിക് ബയോളജിയിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുമായ ഒരു യുദ്ധം, അതിനെക്കുറിച്ച് ഞാൻ അല്പനേരം നിങ്ങളുമായിട്ട് ആ ചിന്ത ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഖത്തർ എയർഫോഴ്സിലായിരുന്നു 24 കൊല്ലം. ഈ സൗദിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും കൂടെ കോപ്പറേറ്റീവായിട്ട് യമനിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഞാൻ എയർഫോഴ്സിലായതുകൊണ്ട് ബുദ്ധി പരീക്ഷണം എന്ന് നാമകരണം ചെയ്തത് ഞാനല്ല. ഇത് വെറും ഒരു നമ്പർ ഗെയിമാണ്. എല്ലാവരും നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ 16-17 വയസ്സുകാരായിരുന്നു. ആ ലെവലിൽ മാത്രമേ ഇതിനെ കാണാവൂ. മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. കാനന ചൊലയിലാടുമിക്കാൻ ഞാനും വരത്തയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു. ജോണിന് വേണ്ടി നമുക്ക് ഒരു പാട്ടൊന്ന് പാടാം. ലഹരി കണ്ടലി പുവേണോ എന്തോ വേണോ പുകാര. ചെന്തനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരകീമന്ധം. അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടു തൊടാൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല,
എട്ടും പൊട്ടും തിരിയാത്ത പാവാടകാരി വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്പർ അവസാനിച്ചിരിക്കുന്നു.